രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാനും നിയമസഭയിൽ നിന്ന് പുറത്താക്കാനും നടക്കുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കാൻ കോൺഗ്രസും പ്രത്യേകിച്ച് വി ഡി സതീശനും മുമ്പോട്ട് വരുന്നത് രാഷ്ട്രീയത്തിൽ അവശേഷിക്കുന്ന ധാർമ്മികതയുടെ ഏറ്റവും ദുർബലമായ കണ്ണികളെപ്പോലും തകർക്കുന്നതാണ്. കോൺഗ്രസ് അവരുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസിൽ തുടരാൻ അയോഗ്യനായ ഒരാൾ നിയമസഭയിൽ തുടരാൻ യോഗ്യനാണ് എന്ന് കോൺഗ്രസ് പറയുന്നുവെങ്കിൽ അത് ജനാധിപത്യത്തെയും കേരളത്തിലെ ജനങ്ങളെയും അപമാനിക്കലാണ്. അദ്ദേഹം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് പങ്കുപറ്റി ശമ്പളം വാങ്ങി ജനങ്ങളുടെ നികുതി പണത്തിൽ വാങ്ങിയ കാറിൽ സഞ്ചരിച്ച് മറ്റ് അലവൻസുകൾ കൈപ്പറ്റി MLA ക്വാർട്ടേഴ്സിൽ താമസിച്ച് ഇനി പെൻഷൻ കൂടി വാങ്ങുന്ന ഒരവസ്ഥ കോൺഗ്രസിന് എന്ന് മാത്രമല്ല ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും മൊത്തം രാഷ്ട്രീയ സംസ്കാരത്തിനും തന്നെ അവിടെ എന്തെങ്കിലും ധാർമ്മികത അവശേഷിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ സംസ്കാരത്തിന് തന്നെ അപമാനമാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസ് CPM-നോട് മത്സരിക്കാനാണ് ഭാവമെങ്കിൽ നിങ്ങളുടെ കാര്യം സഹതാർഹമാണ്, ദയനീയമാണ്. കാരണം CPM കേരളത്തിൽ അവസാനിക്കാൻ പോകുന്ന, കേരളത്തിൽ ചരിത്രമായി മാറാൻ പോകുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്കുള്ളിൽ നിന്ന് മറ്റൊരു വിഭാഗം ഉയർന്നു വരികയും ആ പാർട്ടിയെ ഇന്ന് കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്ന മാഫിയകളിൽ നിന്ന് ആ പാർട്ടിയെ മോചിപ്പിച്ചില്ല എങ്കിൽ ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥയേക്കാൾ ദയനീയമായിരിക്കും കേരളത്തിൽ CPM-ന്റെ അവസ്ഥ. അത്തരമൊരു പാർട്ടിയുമായി മത്സരിക്കാനാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളെ ഓർത്ത് സഹതപിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയില്ല. രാഹുലിനെ പോലെ ഒരു വ്യക്തിയെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തും നിയമസഭയിലും എത്താൻ കഴിയുന്ന ഒരവസ്ഥ ഇത്തരം ഒരു വ്യക്തിക്ക് ഇതുപോലുള്ള സ്ഥാനങ്ങളിൽ പാർട്ടി യുവജന നേതൃത്വത്തിലും നിയമസഭയിലും എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം കോൺഗ്രസിനുള്ളിൽ ഉണ്ട് എങ്കിൽ ആ പാർട്ടിക്ക് എന്തോ ഗുരുതരമായ അപജയം സംഭവിച്ചിട്ടുണ്ട്. രാഹുലിനെ പുറത്താക്കി അതോടൊപ്പം തന്നെ സ്വന്തം പാർട്ടിയുടെ ഘടന പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി ഇത്തരം ക്രിമിനലുകൾക്ക് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ വഴിയൊരുക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുകയാണ് യഥാർത്ഥത്തിൽ ആ പാർട്ടിയും നേതൃത്വവും ചെയ്യേണ്ടത്. അതിനു പകരം രാഹുലിനെ പോലെയുള്ളവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പുറത്താക്കൽ അദ്ദേഹത്തെ പുറത്താക്കിയത് പോലും സംശയാസ്പദമാകും.